ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു. നാളെ മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഒളിവിൽ തുടരുന്നു. കൊല്ലപ്പെട്ട രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. അകമലയിൽ അടച്ചുപൂട്ടിയ വനംവകുപ്പ് ഓഫീസും വെറ്റിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമായത് ജീവനക്കാർക്കിടയിലെ യൂണിയനുകൾ തമ്മിലുള്ള തർക്കം. തൃശൂർ കോർപ്പറേഷന്റെ കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റം. കോൺഗ്രസ് കൌൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ഉൾപ്പെടെ 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൂണ്ടൽ മരത്തങ്കോട് റോഡിൽ പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുന്നംകുളം തൃശൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ചേലക്കരയിലേക്ക് മെറ്റൽ എടുക്കാൻ പോകുന്നതിനിടെയാണ് സംഭവം. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മരം വീണതോടെ മേഖലയിൽ വൈദ്യുത ബന്ധം താറുമാറായി. ചൂണ്ടൽ മരത്തങ്കോട് റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഗുരുവായൂർ പഞ്ചാരമുക്ക് EK നായനാർ റോഡിലാണ് 2 തെങ്ങുകളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വാർഡ് കൌൺസിലർ PK നൌഫൽ സ്ഥലത്തെത്തി തെങ്ങുകൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. കൊല്ലപ്പെട്ട രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനെ തേടിയാണ് തിരച്ചിൽ. പോലീസ് സംഘം ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പ്രേംകുമാർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പോലീസിന് കിട്ടുന്ന സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ DYSP സുരേഷ്, കാട്ടൂർ SHO ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രേംകുമാറിനെതിരെ 3 ഭാഷയിൽ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളടക്കം പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ സൂത്രശാലിയായ സൈക്കോ ക്രിമിനലാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്രേംകുമാർ സ്വന്തമായി ഫോൺ ഉപയോഗിക്കുന്നില്ല. വളരെ വലിയ ആസൂത്രണം കൊലപാതകത്തിന് മുന്നേ ഇയാൾ നടത്തിയിരിക്കാമെന്നാണ് കരുതുന്നത്. രണ്ടാമത്തെ കൊലപാതകമായതിനാൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള വഴികളും അയാൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. എങ്കിലും പ്രേംകുമാർ വൈകാതെ തന്നെ വലയിലാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസ്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പടിയൂരിലെ വാടക വീടിനുള്ളിൽ മണിയെയും മകൾ രേഖയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. അകമലയിൽ അടച്ചുപൂട്ടിയ വനംവകുപ്പ് ഓഫീസും വെറ്റിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. തൃശൂർ ഷൊർണൂർ റോഡരികിലായി മുള്ളൂർക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഈ ദുർഗതി. വർഷങ്ങൾക്ക് മുൻപ് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ 15ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ അടച്ചുപൂട്ടി. തുടർന്ന് വെറ്റിനറി ക്ലിനിക്കും അടച്ചു. ഇതോടെ മുള്ളൂർക്കര, പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും വന്യമൃഗശല്യങ്ങളും മറ്റു വനം കൊള്ളകളും അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. വന്യജീവികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അകമലയിലെ വെറ്റിനറി ക്ലിനിക് അടച്ചുപൂട്ടിയതോടെ ഇല്ലാതായി. നെല്ലിയാമ്പതി, ചാലക്കുടി, നെന്മാറ, പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷനുകളിൽ നിന്ന് വന്യജീവികളെയും പക്ഷികളെയും ചികിത്സയ്ക്ക് ഈ വെറ്റിനറി ക്ലിനിക്കിൽ എത്തിക്കാറുണ്ട്. ക്ലിനിക് അടച്ചതോടെ വന്യജീവികളുടെ ചികിത്സയ്ക്ക് മറ്റിടങ്ങൾ തേടേണ്ടി വരുന്നു. വടക്കാഞ്ചേരിയിലുണ്ടായിരുന്ന അകമലയിലുണ്ടായിരുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ അതിപ്പോൾ തെക്കിങ്കരയിലേക്ക് മാറ്റി എന്ന് പറയുന്നു. പക്ഷേ അതിനുള്ള ടാസ്ക് ഫോഴ്സോ അതിൻ്റേതായ അടിസ്ഥാന സൗകര്യങ്ങളോ അവിടെ ഇല്ല. അത് ഇവിടുന്ന് മാറ്റിയോടുകൂടി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോലും ജനങ്ങൾക്ക് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ബന്ധപ്പെടാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്ലിനിക്ക് പാലക്കാട് മുതൽ ഇങ്ങോട്ടുള്ള വനമേഖലയിൽ പരിക്കുപറ്റുന്ന വന്യമൃഗങ്ങളെയും ഒക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കാണ്. ഇപ്പം അത് നിർജീവമാണ്. ചന്ദനം, തേക്ക് മരമോഷണം നടത്തുന്ന വനം കൊള്ളക്കാർക്കും ഫോറസ്റ്റ് സ്റ്റേഷൻ അടച്ചത് അനുഗ്രഹമായി.
ജീവനക്കാർക്കിടയിലെ യൂണിയനുകളുടെ തർക്കമാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമെന്ന് പറയുന്നു. എത്രയും വേഗം അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV വടക്കാഞ്ചേരി. തൃശൂർ കോർപ്പറേഷന്റെ വലിയാക്കുലിലുള്ള കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് യാത്രാ സൗകര്യമില്ലാത്ത നെടുപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ മേയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് കൗൺസിലർമാർ. പഴക്കം ചെന്ന കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് കോൺഗ്രസ് എതിരല്ലെന്നും ജനങ്ങൾക്ക് യാത്രാ ദുരിതവും സാമ്പത്തിക നഷ്ടവും വരുത്തുന്ന ദൂരെ സ്ഥലത്തേക്ക് മാറ്റുന്നതിലാണ് എതിർപ്പെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ജനങ്ങൾക്ക് യാത്രാ ദുരിതം വരുത്തിവെക്കുന്ന കുറുക്കഞ്ചേരി മേഖലാ ഓഫീസ് മാറ്റത്തിനെതിരെ മേയറുടെ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജൻ ജെ പല്ലൻ. 2.5 വർഷക്കാലത്തേക്ക് സോണൽ ഓഫീസ് മാറ്റുന്നത് കുറുക്കഞ്ചേരി പട്ടണത്തിൽ നിന്നും മാറി 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു ഓട്ടോറിക്ഷയോ ഒരു വാഹനം കിട്ടാത്ത ഒരു കെട്ടിടത്തിലേക്ക്, കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പഴയ കെട്ടിടത്തിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്ന മാലിന്യപ്പുരയിലേക്കാണ് തൃശൂർ കോർപ്പറേഷന്റെ കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റാൻ ശ്രമിക്കുന്നത്. തൃശൂർ നഗരത്തിൽ തന്നെ കുറുക്കഞ്ചേരി മേഖലാ ഓഫീസിനായി അനുയോജ്യമായ 4 കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും മേയറും CPM-ഉം അത് അംഗീകരിക്കാതെ 3.5 കിലോമീറ്റർ അകലെയുള്ളതും യാത്രാ സൗകര്യമില്ലാത്തതുമായ നെടുപുഴ വനിതാ വികസന കേന്ദ്രത്തിലേക്ക് സോണൽ ഓഫീസ് മാറ്റാനുള്ള ഏകപക്ഷീയ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ്. യാതൊരു കാരണവശാലും കോൺഗ്രസ് ഈ മാറ്റത്തിന് സമ്മതിക്കില്ലെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. ശക്തനിലെ കുടുംബശ്രീയുടെ ഓഫീസുണ്ട്, അതിലേക്ക് TUDA ബിൽഡിംഗ് ഉണ്ട് ശക്തനിലെ. ആ TUDA ബിൽഡിങ്ങിലേക്ക് കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ പോലും ഇപ്പൊ കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് പ്രവർത്തിക്കുന്ന ഇതിന്റെ ഓപ്പോസിറ്റ് പാർക്ക് ഉണ്ട്. കോർപ്പറേഷന്റെ പാർക്കിന് പുറകിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ കുരിയച്ചിറ മുനിസിപ്പൽ ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഹോളുണ്ട്, അവിടേക്ക് മാറ്റണം. ഇവിടെയുള്ള 4 സ്ഥലങ്ങളിൽ നിർദ്ദേശം പറയുകയുണ്ടായി. ഈ 4 സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ EV സുനിൽ രാജ്, മുകേഷ് കുളപ്പറമ്പിൽ, ലീല വർഗീസ്, ശ്യാമള മുരളീധരൻ, ആൻസി ജേക്കബ്, വിനീഷ് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ക്ലാസുകളുടെ സമയത്തിലാണ് മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ് ഇറക്കിയത്. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പ്രവർത്തന സമയം. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെ പ്രവൃത്തി സമയത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. വോട്ടെടുപ്പിന് 7 നാൾ മാത്രം ബാക്കി. പ്രചരണ ചൂടിൽ നിലമ്പൂർ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിനായി മന്ത്രിപ്പട തന്നെ പ്രചരണ രംഗത്തുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനായി UDF-ഉം പ്രവർത്തന രംഗത്ത് സജീവമായി. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് മുന്നണികൾ. BJP സ്ഥാനാർത്ഥിയും PV അൻവറും വോട്ടഭ്യർത്ഥനയുമായി രംഗത്തുണ്ട്. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. 23-ന് വോട്ടെണ്ണും. യാതൊരു അനുമതി പത്രവും ഇല്ലാതെ അറവുശാലകൾ പ്രവർത്തിക്കാനും മാലിന്യം പൊതുസ്ഥലത്തേക്ക് തള്ളാനും മാള പഞ്ചായത്ത് ഒത്താശ ചെയ്യുന്നുവെന്ന് BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ. വടമ അഷ്ടമിച്ചിറ പ്രദേശത്തെ മാലിന്യ പ്രശ്നത്തിൽ BJP മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP മാള ഏരിയ പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, CS അനുമോദ്, അഡ്വക്കേറ്റ് NP സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. മാളയിലെ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര അപകടാവസ്ഥയിലാണെന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പരിശോധന നടത്തിയത്. ബലക്ഷയമുള്ളതിനാൽ സിനഗോഗിന്റെ അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കരുതെന്ന് പരിശോധനാ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. സിനഗോഗിന് തട്ടുള്ളതിനാൽ മേൽക്കൂരയുടെ വളവ് അകത്തുനിന്ന് തിരിച്ചറിയാൻ കഴിയില്ല. നിരവധി പേർ സന്ദർശിക്കുന്ന സിനഗോഗിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം മേൽക്കൂരയുടെ തകരാർ മുസരീസ് പൈതൃക പദ്ധതി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗിന് പുതിയ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ. സ്വാറെയിൽ എന്നാണ് പുതിയ ആപ്പിന്റെ പേര്. ആൻഡ്രോയിഡ് ഡിവൈസുകളിലും iOS ഡിവൈസുകളിലും ആപ്പ് ലഭ്യമാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് കൂടാതെ PNR സ്റ്റാറ്റസ് ചെക്ക്, ഭക്ഷണം ഓർഡർ ചെയ്യാൻ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെയാണ് സ്വാറെയിൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒട്ടേറെ സേവനങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന സ്വാറെയിൽ ആപ്പ് യാത്രക്കാർക്കിടയിൽ പ്രിയങ്കരമാകുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ.
പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ച് ഒഴുകുകയാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. മഴ പെയ്ത് തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായ മല്ലൻകുഴിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത്. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത്. അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ വന്നാൽ പേടിക്കാണ്ട് കളിക്കാം. എല്ലാവർക്കും അടിച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നീന്തി കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ. മീനിനെ പിടിക്കുക, ചാടാനൊക്കെ പറ്റും. വൈബിളുള്ള സ്ഥലമാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്ന് സ്കൂൾ ഇപ്പൊ നാളെ തുറക്കുക എന്നുള്ള നിലയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചപ്പോ കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ മല്ലൻകുഴിനെ കുറിച്ച് ഓർമ്മ വന്നത്. മഴയൊക്കെ പെയ്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടറാണ്. അധികം വെള്ളമില്ല. നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് ഇനിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് കുറെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മല്ലൻകുഴി എന്ന് പറയുന്നത്. ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട്. അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകി. വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമേതം ഇങ്ങോട്ട് വരാം. മറ്റൊരു പ്രത്യേകതയുണ്ട്. മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം വടൂരിനോടൊപ്പം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ചികിത്സ തേടിയ കുട്ടികൾക്ക് ധനസഹായം നൽകണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് സംഘടനാ നിവേദനം നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. ചികിത്സ തേടിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വലിയ തോതിൽ സാമ്പത്തിക ചെലവ് വന്നിട്ടുണ്ട്. പല കുട്ടികളും ദിവസങ്ങളോളമായി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. ഭൂരിഭാഗം കുടുംബങ്ങളും സാമ്പത്തികമായി പിന്നേക്കം നിൽക്കുന്നവരാണെന്ന് സ്കൂളിൽ നിന്നുണ്ടായ സംഭവമുണ്ടായിട്ടും ചികിത്സാ ചിലവ് നൽകുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ഇടം സാംസ്കാരിക വേദി ചൂണ്ടിക്കാട്ടി. കൊടുങ്ങല്ലൂരിൽ ആഡംബര ബൈക്ക് മോഷണം പോയി. ചന്തപുരയിൽ ഇന്ദിരാഭവൻ പരിസരത്ത് റോഡരികിൽ നിർത്തിയിരുന്ന KL 42R 8741 എന്ന നമ്പറിലുള്ള ഡ്യൂക്ക് ബൈക്കാണ് മോഷ്ടിച്ചത്. 9-ാം തീയതി പുലർച്ചെയായിരുന്നു സംഭവം. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കളഞ്ഞുകിട്ടിയ പണവും പേഴ്സും തിരികെ നൽകി ആളൂരിലെ BJP പ്രവർത്തകർ. ആളൂർ തിരുത്തിപ്പറമ്പ് വെള്ളാംചിറ റോഡിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് 13,120 രൂപയും മറ്റും രേഖകളും അടങ്ങിയ പേഴ്സ് BJP പ്രവർത്തകർക്ക് ലഭിച്ചത്. തുടർന്ന് ഉടമയായ MJ ജോയിയെ ഷോളയാറിലെ BJP ഓഫീസിൽ വിളിച്ചു വരുത്തി ആളൂർ ഈസ്റ്റ് ഏരിയ BJP പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് അശോകൻ പണമടങ്ങിയ പേഴ്സ് കൈമാറി. ജനറൽ സെക്രട്ടറി ജോൺസൺ മാത്യു, ഏരിയ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കമ്മിറ്റി അംഗം ഷാജു പുതിയാടൻ എന്നിവരും ഉണ്ടായിരുന്നു.
ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഗുരുവായൂരിന്റെ പുഞ്ചിരി അമ്മായി തിരികെ എത്തി. എരിയുന്ന വയറിനും നീറുന്ന മനസ്സിനും ആശ്വാസം തേടിയാണ് 85ന്റെ നിറവിലും പാലക്കാട്ടുകാരി പുഞ്ചിരി അമ്മായി ഗുരുവായൂരിന്റെ സ്നേഹമണ്ണിലെത്തിയത്. ഒരു കൈയിൽ തൂക്കുപാത്രവും മറുകൈയിൽ കുഞ്ഞിക്കുടയും പുറത്തൊരു സ്കൂൾ ബാഗും തൂക്കി ക്ഷേത്രനഗരിയുടെ വീഥികളിലൂടെയുള്ള ആ നടത്തത്തിന് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന പ്രകൃതമാണ് ഇവർക്ക് പുഞ്ചിരി അമ്മായി എന്ന പേര് സമ്മാനിച്ചത്. ഭർത്താവ് ചെറുപ്പത്തിലെ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് കൈക്കുഞ്ഞടക്കം 4 മക്കളുമായാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തുന്നത്. തെരുവ് ജീവിതത്തിലൂടെ മക്കളെ വളർത്തി വലുതാക്കി. ഒട്ടേറെ യാതനകളിലൂടെയാണ് ഈ കാലം കടന്നുപോയതെന്ന് ഇവർ പറയുന്നു. 2 തവണ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ദീർഘനാൾ കിടപ്പിലായി. എങ്കിലും തളർന്നില്ല. കോവിഡിന് ശേഷം 2ാമത്തെ മകൻ ഷെൽവനൊപ്പം പഴമ്പാലക്കോടുള്ള 5 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു താമസം. 3 വർഷം മുൻപ് ഷെൽവൻ മരിച്ചതോടെ ഇവർ മാനസികമായി തളർന്നു. ഒറ്റപ്പെടലിന്റെ നോവറിയാതിരിക്കാൻ ഇവർ ആഴ്ചയിലൊരിക്കൽ ഗുരുവായൂരിലേക്ക് വണ്ടി കയറും. വീടുകൾ കയറിയിറങ്ങി സുഖവിവരങ്ങൾ അന്വേഷിക്കും. എനിക്ക് അവിടെ ചാകാൻ പറ്റില്ലല്ലോ. പണ്ടത് ഉടുക്കാൻ വേണം, കഴിക്കാൻ വേണം, കാശ് വേണം, മരുന്ന് വേണം, എണ്ണ സോപ്പിനൊക്കെ ഞാൻ എവിടെ പോകും? അപ്പൊ ഞാൻ വീണ്ടും വന്നെന്ന് സാറുമാരുടെ അടുത്ത് പറയും. ഞാൻ ഇന്നുണ്ടാകും, നാളെ പോകും. പിന്നെ പോയിട്ട് കുറെ ദിവസം കഴിഞ്ഞത്. അതായത് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെറുതെ മരിക്കും. പെൻഷനും ഇല്ല. പെൻഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. പെൻഷനും ഇല്ലല്ലോ. പിന്നെ അവിടെ നിന്ന് അരി അടങ്ങാൻ അരി ചോദിക്കും. അതിന് 2 ചപ്പല വിറക് ഒരു അരി കഞ്ഞി വെച്ച് കുടിക്കും. അങ്ങനെ ഇപ്പൊ കഴിയില്ല ഞാൻ. പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ഇല്ലാത്തതിനാൽ മരുന്നിനും യാത്രാ ചിലവിനുള്ള പണവും സ്നേഹമനസ്സുകൾ നൽകും. കാണുന്നവരുടെ മുഖത്തും മനസ്സിലും പുഞ്ചിരി വിരിയിക്കുന്ന പുഞ്ചിരി അമ്മായി എന്നും ഗുരുവായൂരിന് പ്രിയങ്കരിയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ പറവട്ടാനി വിമലനാഥ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ഊട്ടുതിരുനാളും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കും. തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം വെള്ളിയാഴ്ച വൈകിട്ട് ലൂർദ് പള്ളിയിൽ നിന്ന് ആരംഭിക്കും. ശനിയാഴ്ച നടക്കുന്ന തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ഡോക്ടർ റോയ് മൂക്കൻ, തിരുനാൾ ജനറൽ കൺവീനർ ഡോക്ടർ ജോസഫ് ജേക്കബ്, കൈക്കാരൻ പ്രഭുദാസ് പാണേങ്ങാടൻ, PRO വിൻസെന്റ് നെല്ലിശ്ശേരി, കോർഡിനേറ്റർ ജോമോൻ ചെറുശ്ശേരി എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള UV ഫിൽറ്റർ സൗകര്യമൊരുക്കി നൽകും. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിലാണ് UV ഫിൽറ്റർ സ്ഥാപിക്കുന്നതെന്ന് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, പ്രധാനാധ്യാപക KS സുനിജി, AEO മൊയ്തീൻ, പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്, MC ഐജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ 3 പീടിക വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ P പവിത്രൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ MR സച്ചിദാനന്ദൻ, ട്രഷറർ MP മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്നും വിഭിന്നമായി നമുക്ക് പെട്ടെന്ന് മറികട. പക്ഷെ അതിനെ നമ്മൾ ഒരു 85 കാലഘട്ടം 90 കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് കുറേ.
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ ഭാഗമായി മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ നടന്നു. പ്രിൻസിപ്പൽ GP ശ്രേയസ് അധ്യക്ഷത വഹിച്ചു. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരി നഗരസഭയിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെൽജ അസീസ്, VJ സെബ, അഞ്ജലി കെ ഉല്ലാസ് എന്നിവർ ക്ലാസ് നിയമിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചന്തപുരയിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിലാൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KM പ്രതാപൻ അധ്യക്ഷനായി. ബിന്ദു സുജിത്, KG അശോകൻ, ശൈലേന്ദ്രൻ, KD ശൈലേന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അമ്മാടം കിഴക്കേ കപ്പേള പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് ഇഞ്ചൊടിക്കാരൻ കൊടിയേറ്റം നിർവഹിച്ചു. ഭാരവാഹികളായ PO വിൽസൺ, PK അഗസ്റ്റിൻ, PV ജോസ്, AN അന്തോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ചയാണ് തിരുനാൾ. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ടിറ്റോ ജോസ്, ഡിനോ ദേവസി, ആൻഡോ മെയ്ക്കാട്ടുകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ചയാണ് തിരുനാൾ. ചേർപ്പ് CNN ബോയ്സ് വിദ്യാലയത്തിൽ IT ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് PM രജനി അധ്യക്ഷത വഹിച്ചു. SI വിനോദ് മുളങ്ങുന്നത്തുകാവ്, IT ക്ലബ് കോർഡിനേറ്റർ VC അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ദേശീയ തലത്തിൽ അഭിമാന നേട്ടം കൈവരിച്ച് തൃശൂർ ദയ ഹോസ്പിറ്റൽ ഔട്ട്ലുക്ക് ദേശീയ തലത്തിൽ നടത്തിയ ബെസ്റ്റ് ഹോസ്പിറ്റൽ സർവേയിൽ ദയ ജനറൽ ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗത്തിന് 5ാം സ്ഥാനവും കാർഡിയോളജി വിഭാഗത്തിൽ 9ാം സ്ഥാനവും ലഭിച്ചു. 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃശൂർ ദയ ജനറൽ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ പ്രമുഖ കോർപ്പറേറ്റ് ആശുപത്രികളെ പിന്തള്ളിയാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. സേവന മികവ്, രോഗികളുടെ സുരക്ഷിതത്വം, വേഗത്തിലുള്ള ചികിത്സാ സേവനങ്ങൾ, ശസ്ത്രക്രിയാനന്തരമുള്ള പ്രശ്നങ്ങളിലെ കുറവ്, ഏറ്റവും ആധുനിക ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് 2 പ്രധാന ദേശീയ റാങ്കിങ്ങുകൾ സ്വന്തമാക്കിയത്. ഡോക്ടർ PT ഇക്ബാലാണ് കാർഡിയോളജി വിഭാഗം മേധാവി. ദയ ഹോസ്പിറ്റലിലെ സർജറി വിഭാഗം തെക്കേ ഇന്ത്യയിൽ 1ാം സ്ഥാനവും കാർഡിയോളജി വിഭാഗം കേരളത്തിൽ 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ 24 മണിക്കൂറും കൺസൾട്ടന്റിന്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെയും സേവനം ലഭ്യമാണെന്നും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സർജറികൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് ദയ ഹോസ്പിറ്റലിൽ ഉള്ളതെന്നും ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും GI ലാപ്രോസ്കോപ്പിക് ജനറൽ സർജറി വിഭാഗം മേധാവിയുമായ ഡോക്ടർ VK അബ്ദുൾ അസീസ് പറഞ്ഞു. ഔട്ട്ലുക്കിന്റെ ഗ്രൂപ്പിന്റെ സിഗ്നേച്ചർ പതിപ്പായ ഇന്ത്യസ് ടോപ്പ് ഹോസ്പിറ്റൽസ് എന്നൊരു വാർഷിക അവലോകനത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. NABS റിസർച്ച് എന്നൊരു സ്ഥാപനമാണ് ഔട്ട്ലുക്കായിട്ട് സഹകരിച്ച് ഈ റിസർച്ച് നടത്തിയത്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒന്നാണിത്. ദയ ആശുപത്രിക്ക് NABH, NABL, CAHO, CSSO തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,089 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു. നാളെ മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. വടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഒളിവിൽ തുടരുന്നു. കൊല്ലപ്പെട്ട രേഖയുടെ 2ാമത്തെ ഭർത്താവ് കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്.
അകമലയിൽ അടച്ചുപൂട്ടിയ വനം വകുപ്പ് ഓഫീസും വെറ്റിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമായത് ജീവനക്കാർക്കിടയിലെ യൂണിയനുകൾ തമ്മിലുള്ള തർക്കം. തൃശൂർ കോർപ്പറേഷന്റെ കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റം. കോൺഗ്രസ് കൌൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.